ഹലോ ഗൈസ്, വെൽക്കം ടു ദുബായ് ഗേൾ 40 വ്ലോഗ്സ് മലേഷ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, സെലം ചെയ്യുന്ന നമ്മുടെ അടുത്തേക്ക് പോകുന്നത്. നമ്മളിന്നിപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് നമ്മളെ മലേഷ്യന്റെ തലസ്ഥാന നഗരി, ക്യാപിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന കൊലാലംപൂരിലേക്കാണ് പോകുന്നത്. ഓക്കെ കൊലാലംപൂരിലെ കാഴ്ചകൾ കാണാനും കൊലാലംപൂരിലെ വിസിറ്റിംഗ് മലേഷ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാനുള്ള പിന്നെ ഇത് കൊലാലംപൂരിലാണ്. ഒന്നാമത് നമ്മളെ KLCC വേൾഡ് വൈഡായിട്ട് അറിയപ്പെടുന്ന KLCC ടവർ, പിന്നെ KL ടവർ, അതേമാതിരി തന്നെ മലാക്ക ഇത്, പിന്നെ ഗന്ദിങ് ഹൈലാൻഡ്, നമ്മളെ കാശ്മീർ എന്നല്ല അറിയപ്പെടുന്നത് അതേമാതിരിയുള്ള ഒരു ഇതാണ് ഗന്ദിങ് ഹൈലാൻഡ്. അവിടത്തേക്കെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് ഓക്കെ വേറെന്തെന്നിപ്പാ എല്ലാരും പിന്നെ എല്ലാരും വീഡിയോ എല്ലാരും കണ്ടിട്ട് എല്ലാരും അഭിപ്രായങ്ങള് അറിയിക്കണേ. മലേഷ്യയില് ഇല്യാസ് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് എല്ലാരും ഇതറിയിക്കണേ. അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണേ, എന്നാലേ നമുക്കും കൂടി അത് പിന്നെ വാച്ച് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി പറ്റും. മലേഷ്യ എങ്ങനെയാണ്, നിങ്ങൾ പറയുന്ന മലേഷ്യ എല്ലാം എങ്ങനെയാണെന്ന് നമുക്കും അറിയണ്ടേ. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക, ഓക്കെ പ്ലീസ്. നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്റെ മേപ്പ് കുത്തിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഒന്നും നോക്കില്ല, ലെറ്റ്സ് ഗോ ടു കോലാലംപൂർ. അപ്പൊ ഹോട്ട് സീറ്റിലുള്ളത് നമ്മളെ മുബഷിർ ബ്രോ ആണ്. 140 വണ്ടി പോകുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 350 കിലോമീറ്റർ ഇടുന്ന് ഓടാനുണ്ട്. 4-4.5 മണിക്കൂർ ടൈം എടുക്കും. പിന്നെ നമ്മൾ രാത്രിയാണ് വിട്ടത്, അതുകൊണ്ട് കുറച്ച് ട്രാഫിക് കുറവാണ്. എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മുബഷിർ ബ്രോ ഒന്നും നോക്കണ്ട, കത്തിച്ച് വിട്ടോ. Finally we reached KLCC. ഇതാണ് ടീൻ ടവർ, KLCC ടീൻ ടവർ. നാളെ ഞായറാഴ്ച വിപുലമായ കളിയുണ്ട്, പരിപാടികളുണ്ടാവും. ഇത് നമ്മ ബാക്ക് സൈഡിലാണുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് രാവിലെ പോവാം, ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് എടുക്കാം. നമ്മൾ ലേറ്റ് ആയതുകൊണ്ടോന്ന് അറിയില്ല, ഏകദേശം നമ്മൾ അടുത്തുമ്പോഴത്തേക്ക് തന്നെ അവർ അതിന്റെ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിനി. ഇനിയിപ്പോൾ ഇടുന്നിട്ട് കാര്യമില്ല, നേരെ റൂമിലേക്ക് വിടാം. ഓക്കെ, ഇന്നലെ രാത്രി ഇവിടെയാണ് താമസിച്ചത്. ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗോൾഡനിലെ ഏരിയ ആണ്. കോലാലംപൂർ, മലബാർ ഗോൾഡ്, ജോയ് ആലുക്കാസ്, MS ഗോൾഡ്, ഹബീബ് ഗോൾഡ് എന്നെല്ലാം പറഞ്ഞ എന്തെല്ലോ ഗോൾഡ് ഉണ്ട്. നമ്മൾ ടീമെല്ലാം ഇറങ്ങി. ചെന്ന പരിപാടി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളെ പിന്നെ കൊലാലംപൂരിലുള്ള നമ്മളെ വിസിറ്റിംഗ് ഏരിയ എല്ലാം നമുക്ക് കണ്ടിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിടാം. ഓക്കെ ബൈ. ആ കുത്തനെ കാണുന്നതാണ് KL ടവർ. അടുത്തേക്ക് നമുക്ക് പോവാട്ടാ. അതിന് മുമ്പിൽ നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ വണ്ടി എടുക്കാൻ വേണ്ടി പോകണം. വണ്ടി കുറച്ച് ദൂരം പാർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണം. അന്നേരം സെലീൻ സാറിന് നമ്മളെ നാട്ടിലെ നാസർ ചാൻ്റെ ഒരു ഹോട്ടലിൻ്റെ ഇടയ്ക്കൽ ചായാസ് എന്ന ഹോട്ടലിൻ്റെ പേര് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ നേരെ അവിടെ പോയത്. ഈ കാണുന്നതാണ് ചായാസ് ഹോട്ടൽ. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ വേറൊരാളുണ്ട്, ഇസ്മായിൽ ചാ. മൂപ്പറെ ഒന്ന് കാണാം നമുക്ക്. നമ്മുടെ നാട്ടുകാരനും കൂടിയായ നമ്മുടെ ഇസ്മായിൽ നമ്മളെ നാട്ടുകാരനാണ്. അപ്പോൾ നമ്മൾ KL കണ്ടുകൊണ്ടിട്ടാണില്ല നമ്മളെ ഇസ്മായിലിനെ കൂട്ടിയിട്ട് നമുക്ക് മറ്റുള്ള വിശേഷങ്ങളുമായി നമുക്ക് പങ്കിടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ദോശയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ദോശയും ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കാണുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിട്ടാണ്, നല്ല വിശപ്പുണ്ട്. അതിന് മസാല ദോശയെല്ലാം കുത്തി കയറ്റിയിട്ട് എല്ലാം നമ്മളിപ്പം KL ടവർ എന്ന് പറയുന്നത് KLCC ടവർ അല്ല, KL ടവർ. ഓക്കെ, KL ടവറിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ KL ടവറിന്റെ ആദ്യത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ സെലിഞ്ച പറഞ്ഞ പോലെ ആദ്യത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ സെഷനിൽ നല്ലൊരു സെറ്റപ്പ് ആക്കിയുള്ള ഒരു സംഭവം ഉണ്ട്. ഏകദേശം അതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 421 മീറ്ററാണ് ഹൈറ്റ് വരുന്നത്.
അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ മുകളിലേക്ക് നല്ല പച്ചപ്പരവതാനിയിലുള്ള നല്ല സെറ്റാക്കിയിട്ടുള്ളൊരു സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഏകദേശം ഒന്ന് കയറി നോക്കാം. കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം 2 സൈഡിലായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനത്തെ സംഭവമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇല്ലൊരു ഹൈറ്റ്, മുകളിൽ മീൻസ് ഈ ടവറിൻ്റെ മുകളിൽ നിന്നല്ല, അവിടെ ഒരു നമ്മൾ ഈ താജ്മഹലിലേക്കെല്ലാം പോകുമ്പോൾ ഇല്ലൊരു വഴിയില്ല, അതുപോലെ. എൻ്റെ റബ്ബ് ഇത് കാണുമ്പോൾ തന്നെ ബേജാറാണ്. ഇനി നമുക്ക് വല്ല അടുത്ത കടവിലേക്ക് കൂടാ. ഈ കാണുന്നതാണ് മെർദേക്ക ടവർ കേട്ടോ, മെർദേക്ക. അപ്പോൾ അടുത്തേക്ക് അതിന് പോകുന്നു. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ സെലിം ചാടത്തിൽ പറഞ്ഞു തരും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതെന്ത് സംഭവം? ഇതെന്ന് പറഞ്ഞാൽ ഇത് പുതുതായിട്ട് നമ്മളെ കോലാലംപൂർ രൂപം കൊള്ളുന്ന പിന്നെ മെർദേക്ക ടവർ എന്ന് പറയും. അതായത് നമ്മളെ മലേഷ്യന്റെ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത്. ഇത് നമ്മളിപ്പം വന്നിട്ട് ഇതിന്റെ മീത്തെല്ലാം കയറിയിട്ട് സെർച്ച് ചെയ്തിട്ട് നോക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഇതിപ്പോ ഓപ്പൺ ആയിട്ടാ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മാത്രമേ ഇതിനെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനറിയപ്പെടുന്ന പേരാണ് കോലാലംപൂർ മെർദേക്ക ടവർ. ഇവിടെ മലേഷ്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടവറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. KLCCനെ തോപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ ഈ കാണുന്നതാണ് സൂര്യ KLCC. നമ്മൾ ഇന്നലെ രാത്രി പോയിട്ട് രാത്രി വരേക്കൊന്നും കാണാൻ പറ്റിയിട്ട് വെളിയെല്ലാം വന്നാക്കിയിട്ട്. അപ്പോൾ പകൽ കണ്ടിട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. നമ്മുടെ ട്വിൻ ടവർ എന്നെല്ലാം പറയില്ല, മലേഷ്യയിലെ മെയിൻ ഐക്കണായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ആടുന്ന് ഏകദേശം ഓടിയിട്ട് കുറച്ച് ഇങ്ങോട്ടായിട്ടാകുമ്പോഴത്തേക്ക് എന്താക്കി നമ്മളെ സംഭവം ഡെസ്റ്റിനേഷൻ എത്തി. അപ്പോൾ KLCCൻ്റെ പാർക്കിംഗ് ഉണ്ട്. ഇത് പാർക്കിംഗ് അണ്ടറിൽ പോകുന്ന ടണലിലെ പാർക്കിംഗ് ആണ്. അപ്പോൾ നേരെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി അടങ്ങും പാർക്ക് ചെയ്തിട്ട് ഒന്ന് മുകളിലേക്ക് കയറാം. ഓക്കെ, പാർക്ക് ചെയ്തിട്ട് ഏകദേശം അതിലേ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു. ഇവിടെ കുറച്ചൊരു പാർക്കും കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളെ KLCC മരത്തിൻ്റെ ഇടക്കുണ്ട്, കാണുന്നുണ്ടോ? ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോയാൽ അതിൻ്റെ മെയിൻ എൻട്രൻസിലെത്തും. നമ്മളെ സുഖമില്ലാത്തൊരു ടീമിനെ ഹാൻഡിക്യാപ്പ് ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നു. ബൂല ബൂല വിട്ട 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 സലീമ ഇല്ല ഇല്ല നീ അത് നിക്കണ്ട നിക്കണ്ട ബ്രേക്ക് ഞാൻ എത്തിയിരിക്കുന്നു ഗൈസ്, KLCC ട്വിൻ ടവേഴ്സ്. ബാക്കിൽ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പം അതിൻ്റെ പൊട്ടിലപ്പുറത്താണ് ഇല്ലത് ഓൾറെഡി. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുണ്ട് ഓൾറെഡി. ഇതാണ് അതിൻ്റെ പൊട്ടിലപ്പുറം. ആൾക്കാരെല്ലാം കാണുന്നില്ലേ? വന്ന വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞ് ചെറിയൊരു ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിന് പരിപാടി ഉണ്ട്, തുടങ്ങിയിട്ടാന്ന് തോന്നുന്നു. അതിന് ഇവിടെ ഒരു ബിൽഡിങ്, പിന്നൊരു ബിൽഡിങ്, പിന്നെ നമ്മളെ മുത്തുമണി KLCC ടവർ. യെസ്, ഷാഹിദ് ബ്രോണ്ട്, മൂസറുണ്ട്, സെലിമിച്ച് അതിനിടയ്ക്കടി റൗണ്ട് അടിക്കാൻ പോയിരുന്നു, കാണുന്നില്ല. നമ്മളെ
ഇസ്മായിൽ ചേർന്നത് ഇസ്മായിൽ ചമുത്തോണി ഇതിന്റെ ഉള്ളിൽ കയറിയുള്ള അവസ്ഥ ഇങ്ങനെയാണ്. ഒരു മാളെല്ലാം പോലെ സംഭവം താഴെല്ലായിട്ട്. ഹായ്, കുറേ ബ്രാൻഡഡ് സംഭവങ്ങളും കാര്യങ്ങളായിട്ട് എനിക്കൊരു മാളെന്നെ. അങ്ങനെ നമ്മൾ നല്ല നാടൻ സൂര്യ KLCC ഇറങ്ങിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ നടന്നിട്ട് പരിപ്പളയൻ്റെ കാല് ഊരി വീണ് തന്നെ വേണം പറയാം. ആടുന്നപ്പം എല്ലാം ഇറങ്ങി. നിലവിൽ ഈ പാവം ഇപ്പം എന്താക്കിയെന്ന് പറയാം, 5ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടേ ഉള്ളത്. നിലവിൽ ലോകത്ത് റാങ്കിങ്ങിൽ നോക്കുമ്പം 2ാം സ്ഥാനത്തേക്ക് ഇവർ തന്നെ മെർഡേക്ക ടവർ വേൾഡിൽ 2ാം സ്ഥാനത്തേക്ക് വന്നു. 1ാം സ്ഥാനം ഇപ്പം ബുർജ് ഖലീഫ തന്നെ ഉള്ളത്. അപ്പം മൂപ്പർ KLCC ടവർ ടിൻ ടവർ 5ാം സ്ഥാനത്തേക്ക് വന്നു പാവം. നിലവിൽ എനിക്കൊന്ന് ഫസ്റ്റ് ഇതാന്ന് തോന്നുന്നു, ഉണ്ടായെന്ന് തോന്നുന്നു, ഒരു ഡൗട്ട്, കറക്റ്റ് എനിക്കറിയില്ല. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മളെ KLCC ടവറിൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ഓക്കെ, ഇറ്റ്സ് മീ ലുബൈ KL14. ബൈ ബൈ.